ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഫുഡ് ഹബിൽ ഞാൻ വന്നിട്ടുള്ളത് ഒരു കിഡിലൻ റൈസ് ആയിട്ടാണ് കേട്ടോ. വെറും 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഉപയോഗിച്ചിട്ട് 30 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റൈസ്. അപ്പോൾ ബിരിയാണിയും മന്തിയൊക്കെ ഉണ്ടാക്കി മടുത്തവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു സിമ്പിൾ റൈസാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിതവിടെ 250 ഗ്രാം ചിക്കന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ തൈരാണ് കേട്ടോ. അപ്പോൾ ഒരു 1/2 കപ്പ് തൈര് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ നമ്മുടെ കുരുമുളക് പൊടിച്ചത് അങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യമായിട്ടുള്ളത് ഒരു മാഗി ക്യൂബാണ്. 250 ഗ്രാം ആയതുകൊണ്ട് ഒരു പീസ് മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. മാഗി ക്യൂബിൽ ഉപ്പുള്ളതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക, നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി ഇത് മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇത് മൂന്നും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ½ ആൻ അവർ എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അത് നിർബന്ധമുള്ള കാര്യമാണ്. കാരണം മറ്റ് ഇൻഗ്രീഡിയൻ്റ് ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഒരു ½ ആൻ അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. ഞാൻ വെള്ളം വെച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് പട്ട, പൂവ്, ഏലക്കായ അത് മൂന്നും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തിളക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം അതാ 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. ഒരു 250 ഗ്രാം റൈസ് എടുത്തിട്ടുണ്ട്. അത് ഏകദേശം ഒരു അരമണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തെടുത്തതാണ്. എന്നിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇനി ഇത് തിളച്ച വെള്ളത്തിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നമ്മുടെ കപ്സ റൈസ് ഒക്കെ ഉണ്ടല്ലോ, ഇച്ചിരി കളർ മാറിയ റൈസ്. അപ്പോൾ അത് വേണമെങ്കിൽ അത് എടുക്കാം, ഇഷ്ടമുള്ള റൈസ് എടുക്കാം. പിന്നെ ഇത് ഒരുപാടങ്ങ് കുക്കാവേണ്ട ആവശ്യമില്ല. നമ്മുടെ റൈസ് ഒരു 3/4 ഭാഗം കുക്കാകുമ്പോൾ നമുക്കങ്ങ് ഡ്രെയിൻ ചെയ്തെടുക്കണം. കാരണം നമുക്കൊരു 20 മിനിറ്റ് ഇത് സെപ്പറേറ്റ് ഒന്ന് ദമ്മിട്ട് വെക്കാനുള്ളതാണ്. അപ്പോൾ ഇനി ഇതിലോട്ട് ഞാനൊരു അല്പം ഓയിൽ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, നമ്മുടെ അരി ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കങ്ങ് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഏകദേശം ഒരു 3/4 ഭാഗം, പറഞ്ഞ പോലെ 3/4 ഭാഗം മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക പ്രത്യേകം. അപ്പോൾ ഇനി അടച്ച് വെച്ചങ്ങ് കുക്ക് ചെയ്യാം. നമ്മുടെ റൈസ് വേവിക്കുന്നതിന് മുന്നേ തന്നെ നമ്മളൊന്ന് വെള്ളത്തിലിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരു ½ ആൻ അവറെങ്കിലും സോക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ വേവിച്ചെടുക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ, പെട്ടെന്ന് ആയി കിട്ടും. അപ്പോൾ ഏകദേശം ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞ ആ ഒരു കുക്കായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ അങ്ങ് ഓഫ് ചെയ്യാം. നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കണം നമ്മുടെ റൈസ്. അപ്പോൾ ഒരുപാടൊന്നും ടൈം കുക്കാവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഞാൻ അങ്ങ് ഡ്രെയിൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു ½ ആൻ അവറൊക്കെ കഴിഞ്ഞ് ഞാനിതാ നമ്മുടെ ചിക്കൻ വേവിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അല്പം ഒരു ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പാനിലേക്ക്. എന്നിട്ട് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച് നമ്മുടെ ചിക്കൻ അങ്ങിട്ട് കൊടുക്കാൻ പോവുകയാണ്. ഓയിൽ ജസ്റ്റ് ഒന്ന് ചിക്കൻ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിന് 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊന്ന് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് തുറന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് 2 മിനിറ്റ് ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ജസ്റ്റ് അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുക്കായിട്ടുണ്ടാവുന്നാലും ഒന്ന് കളർ മാറി കിട്ടണമല്ലോ അപ്പുറത്തെ സൈഡ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശം ഇതാ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ റൈസ് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയർ ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ കുറച്ച് മാത്രം ഞാനിതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലോട്ട് ഞാനിതാ നമ്മുടെ ഉള്ളി ഈ ഒരു സൈസിലൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണ്. വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ, പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ് നമ്മുടെ റൈസിന് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള റൈസും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. റൈസൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുന്നില്ല കേട്ടോ. ചെറിയൊരു ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഞാൻ അങ്ങനെ തന്നെ ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ ചെറിയ ചൂടിൽ ചിക്കൻ്റെ ആ ഒരു ഫ്ലേവർ റൈസിലൊന്ന് കയറി വരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതിനുശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ആയതിനു ശേഷം ഒരു 20 മിനിറ്റ് അങ്ങനെ അങ്ങ് വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുക. ഇനി ഇതിന് മുകളിലോട്ട് ഞാനിതൊരു 5-6 പച്ചമുളക് അങ്ങനെ തന്നെ അങ്ങ് കുത്തി വെക്കാൻ പോവാണ്. അപ്പോൾ ആ ഒരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇനി അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ അതാ 5 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ട് അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 20 മിനിറ്റ് അങ്ങനെ അങ്ങ് അടച്ച് വെച്ച് ഞാനിതാ തുറന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ വേറെ പാനിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം.
അപ്പോൾ ദാ നമ്മുടെ അടിപൊളി റൈസ്, അതായത് മന്തിക്കൊപ്പം നിൽക്കാൻ പറ്റുന്ന റൈസായിട്ട് തന്നെ കൂട്ടാം. അപ്പോൾ ദാ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിനാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ, അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടെ തന്നെ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതേപോലെ ക്യൂട്ട് റെസിപ്പിയുമായി ഷറാസ് ഫുഡ് ഹബിൽ വീണ്ടും വരുന്നതാണ്. താങ്ക്